പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ വീണ്ടും സമുദ്രപാതകളിൽ ആക്രമണം. ഹോർമുസ് കടലിടുക്കിന് സമീപം ഇന്ത്യൻ ഗ്യാസ് ടാങ്കറിന് നേരെയും ചെങ്കടലിൽ സൗദി ചരക്ക് കപ്പലിന് നേരെയും മിസൈൽ ആക്രമണമുണ്ടായി. മൊസാംബിക് പതാക വഹിച്ച ദിശ എന്ന LNG ടാങ്കറാണ് ആക്രമിക്കപ്പെട്ടത്. അറേബ്യൻ ഗൾഫിലേക്ക് സഞ്ചരിക്കുന്നതിനിടെ ഇറാന്റെ ജലാതിർത്തിയിൽ വെച്ചാണ് കപ്പലിലേക്ക് മിസൈൽ പതിച്ചത്. കപ്പലിലുണ്ടായിരുന്ന 28 ഇന്ത്യൻ ജീവനക്കാരും പൂർണ്ണ സുരക്ഷിതരാണെന്ന് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. നിലവിൽ ഇവർ ഒമാനിലാണുള്ളത്. ആരംഭത്തിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ജൂലൈയിൽ ലംഘിക്കപ്പെട്ടതോടെയാണ് കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം ശക്തമായത്. ചെങ്കടലിലൂടെ സഞ്ചരിക്കുകയായിരുന്ന സൗദി കമ്പനിയുടെ NCC മാസ എന്ന കപ്പലിന് നേരെയാണ് ആക്രമണമുണ്ടായത്. സൗദിക്കെതിരെ യമനിലെ ഹൂതി വിമതർ നാവിക ഉപരോധം പ്രഖ്യാപിച്ച ശേഷം ആക്രമിക്കപ്പെടുന്ന മൂന്നാമത്തെ സൗദി കപ്പലാണിത്. ആക്രമണത്തിന് മറുപടിയായി പടിഞ്ഞാറൻ യമനിലെ അൽ ഹുദൈദയിലുള്ള ഹൂതി കേന്ദ്രങ്ങളിൽ സൗദി സഖ്യസേന ശക്തമായ വ്യോമാക്രമണം നടത്തി. തുറമുഖങ്ങളെയോ ജനവാസ മേഖലകളെയോ ബാധിക്കാത്ത വിധം ഹൂതികളുടെ സൈനിക കേന്ദ്രങ്ങൾ മാത്രമാണ് തകർത്തതെന്ന് സഖ്യസേനാ വക്താവ് മേജർ ജനറൽ തുർക്കി അൽ മാലിക്കി വ്യക്തമാക്കി. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് ഭീഷണിയാകുന്ന നീക്കങ്ങളെ ശക്തമായി നേരിടുമെന്നും സൗദി മുന്നറിയിപ്പ് നൽകി.